നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പിക്കിൾഡ് ക്യാപ്സിക്കത്തിന്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ പ്രാഗിൽ പോയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം അന്ന് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ പിക്കിൾഡ് ക്യാപ്സിക്കത്തിന്റെ കാര്യം. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചിക്ക് അറിയാമെങ്കിൽ പിക്കിൾഡ് ക്യാപ്സിക്കം ഒന്ന് കാണിക്കുമോ അത്. അപ്പം അന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ട്രൈ ചെയ്തു. നന്നായി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. നമ്മൾ സാധാരണ അച്ചാറായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. പിക്കിൾഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വളരെ ലൈറ്റ് ആയിട്ടുള്ള, അതേസമയം നല്ല എന്താ പറയുക, പുളിയും മധുരവും എരിവും കൂടിയൊക്കെ ഉള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് പിക്കിൾഡ് ക്യാപ്സിക്കം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ഉപ്പിലിട്ടത് തയ്യാറാക്കാൻ തുടങ്ങാം. പിക്കിൾഡ് ക്യാപ്സിക്കം എന്നോ എന്താ നിങ്ങൾക്ക് താല്പര്യം പറയാൻ ആ പേര് കൊടുത്തോളൂ. പലതരം വെജിറ്റബിൾസ് ഞാൻ പിക്കിൾ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്യാപ്സിക്കം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായി വന്നു. ഒരുപാട് പേര് ചോദിച്ച കാരണം നിങ്ങൾക്കും കൂടെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പല കളറിൽ നമുക്ക് ക്യാപ്സിക്കം അവൈലബിൾ ആണ്. ഗ്രീൻ, റെഡ്, ഓറഞ്ച്, യെല്ലോ അല്ലേ. ഇതുപോലെ പിക്കിൾ ചെയ്യാൻ ഏറ്റവും ടേസ്റ്റ് റെഡാണ്. പിന്നെ യെല്ലോവും അതുപോലെ തന്നെ ഓറഞ്ചും വളരെ നല്ലതാണ്. ഗ്രീൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഗ്രീനിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. റെഡ്, ഓറഞ്ച്, യെല്ലോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രീനിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഞാനിവിടെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കാണിത്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം എടുക്കുക. എന്നിട്ട് നമുക്ക് മുറിച്ച് ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിച്ചെടുക്കണം. നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീളത്തിലാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ നന്നായിട്ടുണ്ടാവും. പിന്നെ ഈ ഭാഗവും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ മിഡിലത്തെ ഈ പോർഷൻ മാത്രം നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം കുരു അവോയ്ഡ് ചെയ്യാം. കുരു എടുക്കണ്ട. ഇതിൻ്റെ ഉള്ളിലത്തെ കുരു ഞാൻ കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് നന്നായിട്ട് നീളത്തിലരിഞ്ഞേക്കാം. അപ്പോൾ ഞാൻ ഭാഗം മുറിക്കുകയാണ്. നമുക്ക് ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതിപ്പോൾ തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. അവസാനം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നീളത്തിൽ നൈസായിട്ട് അങ്ങ് മുറിച്ച് എടുക്കാം. ഒരുപാട് തിക്നെസ് വേണ്ട. കാരണം നൈസായിട്ട് ഇരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതിലേക്ക് ഉപ്പും വിനീഗറും മുളകും ഒക്കെ പിടിക്കുള്ളൂ. ഇതുപോലെ ഒരു ക്യാപ്സിക്കം കംപ്ലീറ്റ് അങ്ങ് മുറിച്ചെടുക്കാം. ഇതിനൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ റെഡ് കളറിനൊക്കെ, റെഡ് കളർ, യെല്ലോ കളർ, ഓറഞ്ച് കളറിനൊക്കെ ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്. ഈ നമ്മുടെ ഗ്രീൻ കളറിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് ഇതിന്. ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നു എന്നുള്ളൂ കേട്ടോ. നമുക്ക് കൂടുതൽ നമ്പർ ചെയ്യാം. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ചെറിയൊരു പോർഷൻ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കൂടുതൽ ചെയ്യാമല്ലോ. ഞാനിപ്പോൾ പ്രാഗിൽ നിന്ന് വന്ന ശേഷം ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇട്ടു അപ്പോൾ തന്നെ കഴിഞ്ഞു. സിറപ്പ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ വീണ്ടും ഞാൻ ഒരു ക്യാപ്സിക്കം കൂടെ മുറിച്ചിട്ടു. ഇത് എനിക്കും ഞാനും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഞങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കി 2 ദിവസം കൊണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ചോറിൻ്റെ കൂടെ ഭയങ്കര നല്ലതാണ്. എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നൊരു ഉപ്പിലിട്ടതാണിത്. ഉപ്പിലിട്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് പേര് ഇഷ്ടമുള്ള കൊടുക്കാമല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് അങ്ങ് ഏത് ഷേപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞിടാം കേട്ടോ. നമ്മൾ മേലത്തെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കളയണ്ട. ചെറിയ പീസായിട്ട് അങ്ങ് ഇത് കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഏറ്റവും പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. കാരണം പുറത്തൊക്കെ ഉള്ളത് എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ. ഇപ്പോൾ നാട്ടിലും കിട്ടുന്നുണ്ട് ക്യാപ്സിക്കം പല തരത്തിലുള്ളത്. നാട്ടിൽ പോയിട്ട് ഞാൻ ഇരിഞ്ഞാലക്കുടയിലൊക്കെ പോയപ്പോൾ എല്ലാ കടയിലും ഉണ്ടായിരുന്നു. പച്ചക്കറി കടയിൽ എല്ലാ കടയിലും ഉണ്ടായിരുന്നു ഇതേപോലെ പല കളറിലുള്ള ക്യാപ്സിക്കം. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലുള്ള ടേസ്റ്റിൽ ഡിഫറൻസ് ഒക്കെ വരുത്താമല്ലോ. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം പിടിക്കും കറക്റ്റായിട്ട് ആയി കിട്ടാൻ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. നിങ്ങളുടെ അടുത്ത് സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെക്കാം. ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കണ്ട. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ട് 2 മിനിറ്റ് മൈക്രോ പവറിൽ, അതായത് സാധാരണ നമ്മൾ കറികളൊക്കെ ചൂടാക്കുന്നില്ലേ ആ ഒരു രീതിയിൽ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചൊന്നും വെക്കേണ്ട. വെറുതെ വെള്ളം ഒഴിക്കാണ്ട് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ. നമുക്ക് ഓവൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് അടിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഓവനിലാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ.
വെറുതെ ചൂടാക്കുന്ന പരിപാടി മാത്രമല്ല, അതായത് കുക്ക് ചെയ്യുന്നത് 2 മിനിറ്റ് കുക്ക് ചെയ്യുന്നത് മാത്രം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റീമറിൽ വെക്കാം, അതല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. 2 മിനിറ്റോളം വേവിച്ചാൽ മതി, ഓവറായിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഓക്കെ, എന്നാൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതന്നെ ഓഫ് ആയിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഇച്ചിരി ജസ്റ്റ് ഒന്ന് സോഫ്റ്റനായി കിട്ടിയിട്ടുണ്ട്, അതായത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് മീനിങ്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ നന്നായി ചൂടാറണം, ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അപ്പോഴേക്കിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് ചൂടാറ്റി വെക്കുക. ഞാനിപ്പോൾ ഒരു 240 ml ഗ്ലാസ്സിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് വിനീഗർ വേണം, പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, ഉപ്പ്, ഇത്രയും ഐറ്റംസ് ആണ്. പിന്നെ അത് മാത്രമല്ല 2-3 പച്ചമുളക് കീറിയിടുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കഴിച്ച റെസിപ്പിയിൽ പച്ചമുളകൊന്നുമില്ല, പക്ഷെ നാടൻ ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഇട്ടുമെന്ന് മാത്രം. അപ്പോൾ പച്ചമുളക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊക്കെ അസംബിൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായി മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്കുള്ള സോസ് തയ്യാറാക്കാം, ഇതിലേക്കുള്ള ലിക്വിഡ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് ഞാൻ പറഞ്ഞ പോലെ തിളപ്പിച്ചാറിയ വെള്ളം 1 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കൂടി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതിലിട്ടിരിക്കുന്ന ക്യാപ്സിക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിം ലിക്വിഡിലോട്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും ക്യാപ്സിക്കം ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിലോട്ട് നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വിനീഗറിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ച് നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് വിനീഗർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അല്ലാതെ ആപ്പിൾ സിഡാ വിനീഗർ ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിലേക്കിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം ഉപ്പ് വേണോ വേണ്ടേ എന്നുള്ള കാര്യം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണം. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 ഇട്ടേക്കുന്നത്. നല്ലോണം എരിവുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പച്ചമുളക് ഇടുമ്പോൾ നമ്മുടെ ക്യാപ്സിക്കത്തിലേക്കും പച്ചമുളകിൻ്റെ ആ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, തിളപ്പിച്ചാറിയ വെള്ളം, ഉപ്പ്, പച്ചമുളക്, ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതങ്ങ് കുടിച്ച് നോക്കുക, അല്പം, ഒരുപാടല്ല. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിനീഗറിന് കുറവ് തോന്നുകയാണെങ്കിൽ വിനീഗർ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര കുറവ് തോന്നുകയാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് പഞ്ചസാര ഇളകിയതിന് ശേഷം മാത്രം ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഇപ്പോൾ വിനീഗർ കുറച്ച് കുറവാണ്, അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ ഞാനിപ്പോൾ 5ാമത്തെ ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇച്ചിരി മുന്നിട്ട് നിൽക്കണം വിനീഗർ, അപ്പോഴാണ് ആ ക്യാപ്സിക്കത്തിലേക്ക് കറക്റ്റായിട്ട് വിനീഗറിൻ്റെ ഒക്കെ ടേസ്റ്റ് പിടിക്കുകയുള്ളൂ. അല്പം കൂടെ ഷുഗർ വേണം, അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ ഷുഗർ. അപ്പോൾ 4ാമത്തെ ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഷുഗർ, 5 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ, ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇത് ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതിലോട്ട് വാട്ടി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്കൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉപയോഗിക്കാം. ഇവിടെയൊക്കെ ഉണ്ടാക്കി വച്ച വശം തന്നെ ഇത് ചിലവായിപ്പോയി എന്നുള്ളതാണ് സത്യം. ഇത് ഞാനിപ്പോൾ കുറേ ദിവസമൊന്നും വെച്ചിട്ടില്ല, കാരണം ഇതിപ്പോൾ പ്രാഗിത് വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ 2ാമത്തെ ബാച്ച് ഉണ്ടാക്കിയത് ഇവിടെ ഇരിപ്പുണ്ട്. 3 ദിവസമായി ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കും. ഇതുവരെ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അധികം ദിവസം പുറത്തിരിക്കുന്നു തോന്നില്ല, കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ടൊന്നും ചേർത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മിക്കവാറും ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും. ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചോളൂ. പിന്നെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിക്കുക. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലാണെങ്കിലും ഒട്ടും വെള്ളമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള കുപ്പിയാണ് ഉപയോഗിക്കാൻ. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ വിനീഗറുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കുമ്പോൾ എപ്പോഴും കുപ്പിയിൽ, അതായത് ഉടയുന്ന കുപ്പി, ചില്ലിൻ്റെ കുപ്പിയിൽ മാത്രം ഇട്ട് വയ്ക്കാൻ ശ്രമിക്കുക. അതേസമയം പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളിലൊന്നും ഇട്ട് വയ്ക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ഭരണി പോലുള്ള സംഭവങ്ങൾ ഇട്ട് വയ്ക്കാൻ പറ്റില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റിയതിന് ശേഷം അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഞാൻ പറഞ്ഞ പോലെ എത്ര നാളെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കുന്നതിൽ ഇപ്പോൾ 1 ഇയറൊക്കെ അതിൽ എഴുതി കാണുന്നുണ്ട്. പക്ഷെ അവരെന്തായാലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ് ചേർക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അതൊന്നും ചേർക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കാലിയാവുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് കുബൂസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്, ചപ്പാത്തിയുടെ കൂടെ ഉള്ളിൽ വെച്ച് കഴിക്കാം, അതുപോലെ തന്നെ സാൻഡ്വിച്ച് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്തിൻ്റെ കൂടെ പറ്റുന്ന ഒരു
ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് ഒരു കുപ്പി എടുക്കുക. അപ്പോൾ ഞാൻ നന്നായി കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന കുപ്പിയാണിത്. അതിലോട്ട് നമുക്ക് നമ്മുടെ പിക്കിൾഡ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഒരു പാത്രത്തിലും. സ്പൂണും എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ പോലും വേണ്ട അത് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അടിപൊളിയായിട്ടുള്ള പിക്കിൾഡ് ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും എളുപ്പമാണ്, അതുപോലെ തന്നെ അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇട്ട് വെച്ചിട്ടുള്ള ഒരു ക്യാപ്സിക്കം കഴിച്ചു നോക്കട്ടെ. അതെ വാ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ അഡിക്റ്റ് ആയിപ്പോയി കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. സംഭവം പൊളിച്ചു. ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ടു 2 കളർ ക്യാപ്സിക്കം ഞാൻ ഇതേപോലെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചമുളകും കൂടി ഉണ്ടെങ്കിൽ കുശാലായി. പച്ചമുളകിൻ്റെ ഒരു കഷ്ണം എടുത്ത് വെക്കാൻ മറക്കരുത്. സാൻഡ്വിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിച്ച് നോക്കും നിങ്ങൾ. പിന്നെ വേറെ സാൻഡ്വിച്ച് നിങ്ങൾ കഴിക്കില്ല. ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഇതിലിപ്പോൾ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിശയോക്തി തോന്നും, പക്ഷെ കഴിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പ്രാഗിന് വന്നിട്ട് ദുബായി വാട്ടർ അമ്മ എടുത്തില്ല കാറിൽ നിന്ന്. Let's go and drink and come. Let's run to the car, drink and come. ജാൻ ചേട്ടാ മലയാളത്തിൽ പറയൂ. ജാൻ ചേട്ടാ ഇംഗ്ലീഷ് പറയില്ലേ? നമുക്ക് കാറിൽ പോയി ജലം പാനീയം ചെയ്തിട്ട് വരാം. പോയി വരൂ മകനെ, പോയി വരൂ. പാനീയം